നമുക്ക് ഗ്രീൻ പീസ് പുലാവ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അത് കുക്കറിനകത്ത് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും ഈക്വലായിട്ട് നമുക്കെടുത്ത് സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, പെരിഞ്ജീരകം, ഇത്രയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നമുക്കത് സോട്ട് ചെയ്ത് കൊടുക്കാം. സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സവോള മതിയാവും. അതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്നിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് നമുക്കതിനകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നന്നായിട്ട് വഴറ്റണം. അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ്, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് നന്നായിട്ട് നമുക്കതൊന്ന് സോട്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ അതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയാണ് ഇട്ടേക്കുന്നത്. അത് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ആ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കതിനകത്തോട്ട് അരി ഇട്ട് കൊടുക്കണം. അരിയിട്ട് നന്നായി ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ആ കുക്കർ അടച്ച് വെക്കാം. കുക്കർ അടച്ച് വെച്ച് കഴിഞ്ഞ് ഒരു വിസിൽ കേട്ടാൽ മതി. അതും മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഒറ്റ വിസിൽ കേട്ട് കഴിഞ്ഞ് നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് പോയി കഴിഞ്ഞിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ കേട്ടോ. പ്രഷർ ഓപ്പൺ ചെയ്ത് നല്ല ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യാത്ത നല്ല ഗ്രീൻ പീസ് പുലാവ് നമുക്കിവിടെ റെഡിയായി കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.